കണ്ട ഒരാൾ വട്ടം ചാടാൻ നോക്കി, ബ്രേക്ക് ഉണ്ടോ, സെറ്റപ്പ് ബ്രേക്കാണ്, ഒരു സീനുമില്ല. എല്ലാവർക്കും പറ്റിയ മിസ്റ്റേക്ക് അതാ, ഈ റൈറ്റ് ഹാൻഡ് കൺട്രോൾ ചെയ്യാനുള്ള ആ പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ കൺട്രോൾ ചെയ്യുക അടങ്ങണം. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ഫാസ്റ്റസ്റ്റ് പൾസർ ആണ് കേട്ടോ, ബജാജ് പൾസർ NS 400Z ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു Z ഷേപ്പ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് ബോൾട്ട് പോലത്തെ DRLs കൊടുത്തിട്ടുണ്ട്. കണ്ട ഒരു ബിഗ് LED പ്രൊജക്ടർ കൊടുത്തത്. ഇതാണ് കേട്ടോ ലോ ബീമും ഹൈ ബീമും ഇതിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ കണ്ടൊരു കുട്ടി വൈസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് ഇത് പേർപ്പസ്ഫുൾ അല്ല, ജസ്റ്റ് ഫോർ എസ്തെറ്റിക്കാണ്. അങ്ങനെ അത്രമാത്രം വിൻഡ് പ്രൊട്ടക്ഷൻ ഒന്നും ഓഫർ ചെയ്യില്ല, പക്ഷേ എന്നാലും ജസ്റ്റ് ഫോർ ദ ലുക്സ് ഒരു കുട്ടി വൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ KTMസിലൊക്കെ കണ്ടുവരുന്നത് ആ 3 LED ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ? ഇതിപ്പോൾ കണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു തോന്നി കേട്ടോ. ആ ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടിങ് ആണ്, ഒരു മിസ്റ്റഡ് ആയിട്ടുള്ള DRLs ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 43 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കേട്ടോ. ഗോൾഡൻ ഷാമ്പെയിൻ ഗോൾഡ് കളർ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ല, പ്രത്യേക ഫുൾ ഗോൾഡൻ അല്ല, പക്ഷേ നല്ലൊരു ചെറിയ ഒരു ലൈറ്റ് കളർ ഗോൾഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് 43 mm. ഈ അപ്സൈഡ് ഡൗൺ ഫോർക്കിൻ്റെ അല്ലെങ്കിൽ ഇന്നർ ട്യൂബിൻ്റെ സൈസാണ് 43 mm കേട്ടോ. പിന്നെ നോക്ക് ഡിസ്ക് റോട്ടർ 300 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല ഹബ്ലെസ് ടൈപ്പായിട്ട് ആ വെയിറ്റ് റൊട്ടേറ്റിംഗ് മാസ് അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാനുള്ള ഡിസ്ക് റോട്ടറെ കൊടുത്ത് 320 mm ആണ് കേട്ടോ. ഫസ്റ്റ് ജെൻ ഇറങ്ങിയ ഡ്യൂക്കിന് വരെ 300 mm ആയിരുന്നു, 320 mm ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്കിങ്ങിൽ കമ്പയർ ടു ഡോമിന അതുപോലെ Gen 1 Gen 2 ഡ്യൂക്ക് 390 വെച്ചിട്ട് കുറച്ച് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു ആക്സിയൽ ടൈപ്പ് കാലിപ്പറാണ് കൊടുത്തത്. ഗ്രൈമക്ക എന്ന് പറഞ്ഞ കമ്പനി കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള കാലിപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്സിയൽ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്രമാത്രം ബ്രേക്കിംഗ് കിട്ടുക, ചെറിയൊരു ഫേഡ് പോലെ ഫീൽ ചെയ്യാൻ പറ്റും. അത്രമാത്രം നമുക്ക് സ്റ്റിഫ്നെസ്, അത്രയും മാത്രം ഹാർഡായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല വിത്ത് ആക്സിയൽ ബ്രേക്സ് കേട്ടോ. ഓൺ ദ റോഡ് ഓൺ ദ റേസ് ട്രാക്കിലൊക്കെ നിങ്ങൾ അക്രമമായിട്ട് ബ്രേക്ക് പിടിക്കുകയാണ്, ഇത് അത്രമാത്രം സെറ്റപ്പിൽ ഇത് മാറ്റേണ്ടി വരും കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നോർമൽ ഓർഗാനിക് ബ്രേക്ക് പാഡ്സ്, സിൻഡേർഡ് കൂടിയല്ല കേട്ടോ. സിൻഡേർഡ് ബ്രേക്ക് പാഡ്സ് ഡ്യൂക്ക് 390 വരുന്നത് സിൻഡേർഡ് ബ്രേക്ക് പാഡ്സ് അല്ല. അത്ര ഹൈ ഫ്രിക്ഷൻ ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക, നോർമൽ ടൈപ്പ് ഓഫ് ബ്രേക്ക് പാഡ്സാണ് യൂസ് ചെയ്യുക. ബിഗിനർ ഫ്രണ്ട്ലി ആക്കാൻ അതുപോലെ കുറച്ച് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി സെറ്റപ്പാണ് കൊടുത്തത്. പിന്നെ ടയറൊക്കെ 110 സെക്ഷൻ ടയറാണ്, വൈറ്റ് ടയർസാണ് കൊടുത്തത്, പക്ഷേ റേഡിയല്ല, ബയസ് പ്ലൈ ടയർസാണ് കൊടുത്തത്. MRFിൻ്റെ സാപ്പർ ടയറാണ് കൊടുത്തത്. FX2 എന്ന ടയർ പുതിയ ജനറേഷൻ ടയറാണ്, കുറച്ചുകൂടി സോഫ്റ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട്. പക്ഷേ ഡ്യൂക്ക് 390 വരുന്ന പോലെ അല്ലെങ്കിൽ ഡ്യൂക്ക് 250 വരുന്ന പോലത്തെ ടൈപ്പ് ഓഫ് ടയർസ് അത്ര സോഫ്റ്റ് കോമ്പൗണ്ട്, അത്രമാത്രം ഗ്രിപ്പ് കിട്ടില്ല. പക്ഷേ എവറി ഡേ യൂസ് കമ്മ്യൂട്ടിങ്ങിനൊക്കെ ഇത് മോർ ദൻ എഫ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ ഡുവൽ ചാനൽ ABS ആണോ സ്റ്റാൻഡേർഡ് ആയി കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ABS ഡുവൽ ചാനൽ, ഫ്രണ്ടിലും ABS ഉണ്ട്, റിയറിലും ABS ഉണ്ട്. അത് ഓഫ് റോഡ് മോഡ് ഇട്ടാൽ നിങ്ങൾക്ക് റിയറത്തെ ABS ഓഫാക്കാൻ വരെയും പറ്റും കേട്ടോ. നമ്മുടെ KTMലൊക്കെ കണ്ടുവരുന്ന സൂപ്പർ മോട്ടോ മോഡാണ് ഓഫ് റോഡ് മോഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാല് കണ്ട് ഇവിടെ കുറച്ച് കാം ഫൈബർ, മഡ് ഗാർഡിലാണെങ്കിൽ കുറേ കാം ഫൈബർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നർ ട്യൂബിൽ അതിന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടി ഉള്ളിൽ കണ്ട ഒരു ഫോർക്ക് പ്രൊട്ടക്ടറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഫോർക്കിൽ ഈ ഫോർക്ക് ഉണ്ടാക്കുന്ന എൻഡ്യൂറൻസ് ആണ് കേട്ടോ. ഇപ്പോൾ KTMൻ്റെ ഫോക്സ് ആണെങ്കിൽ WP ബ്രാൻഡിങ് ഉണ്ട്, അതും എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ കമ്പനി, മെയ്ഡ് ഇൻ ഇന്ത്യ കമ്പനിയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ പുതിയ ജനറേഷൻ ഡ്യൂക്ക് 390 ഹോളോ ആക്സിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. എന്നുള്ള വെയിറ്റ് അൺസ്പ്രങ് മാസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. ഇതിലൊരു നോർമൽ ആക്സില, പക്ഷേ ആക്സിലിൻ്റെ ബോൾട്ട് നട്ടക്കണ്ട അത്ര ഹൈ സെറ്റപ്പ് അല്ല. കോസ്റ്റ് കട്ടിങ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കുറച്ച് വെയിറ്റ് കൂടിയ സാധനം, ഇതിൻ്റെയൊക്കെ വെയിറ്റ് കുറച്ചാൽ മച്ച് ബെറ്റർ ആക്കാൻ പറ്റും, അൺസ്പ്രങ് മാസ് കുറക്കാൻ പറ്റും. പക്ഷേ ഇത് പ്രോപ്പർ ട്രാക്ക് ടൂളല്ല. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന എഞ്ചിനാണ്. ഒരു 373cc ലിക്വിഡ് കൂൾ സിംഗിൾ സ്പാർക്കാണ്, സിംഗിൾ സിലിണ്ടർ, ഏകദേശം 40 ഹോഴ്സ് പവർ 35 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ കുറേ കമ്പോണൻസ് സിമിലർ ടു ദ KTM ഡ്യൂക്ക് 390 Gen 2 ഡ്യൂക്ക് 390 കുറേ കമ്പോണൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിംഗർ ഫോളോവർ സെറ്റപ്പാണ്. റോക്ക് റാംസിൽ ഇതിൻ്റെ ക്യാം ലോബ്സിൻ്റെ അവിടെ വരുന്ന റോക്ക് റാംസ് വരും DLC കോട്ടഡ് ആണ്. ഡയമണ്ട് ലൈക്ക് കാർബൺ, ഒരു ടൈപ്പ് ഓഫ് കാർബൺ കോട്ടിങ് ആ കൊടുത്തേക്ക്, സിമിലർ ടു ഡയമണ്ട്. അത്രയും മാത്രം എന്താ ബെറ്റർ ആയിട്ടുള്ള ഫ്രിക്ഷൻ റെസിസ്റ്റൻ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ്, ലൈറ്റർ വെയിറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ മുകളിലത്തെ വെയിറ്റ് ഒക്കെ കുറച്ച് മച്ച് മോർ എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ DLCനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് കമ്പോർട്ട്സ് KTMൻ്റെ നമ്മൾ ഫാക്ടറി പോയിട്ട് KTM ഡ്യൂക്ക് 390 ഹെഡ് അവർ ഡിസൈൻ ചെയ്യുന്ന രീതി, അതിൽ ഉപയോഗിച്ച കമ്പോണൻസിൻ്റെ ബ്രേക്ക് ഡൗൺ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കയറി കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് കയറി കണ്ടു നോക്കാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ എഞ്ചിൻ ശരിക്കും ഒരു KTM Gen 2 ഡ്യൂക്ക് 390 എഞ്ചിനാണ്, സിമിലർ ടു ഡോമിന 400. പക്ഷേ ഇതിൻ്റെ ക്യാം പ്രൊഫൈൽസ് ചെറിയ ട്വീക്സ് കൊടുത്തിട്ട് മാത്രമല്ല ECU ട്യൂണിലും കുറച്ച് ട്വീക്സ് ചെയ്തിട്ടോ. ഇതിൻ്റെ ECUലൊക്കെ കുറച്ച് പണിത് കഴിഞ്ഞാൽ മാത്രമല്ല ഇതിൻ്റെ ക്യാംസൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചൊരു കൂടുതൽ പവർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ബൈക്ക് പോലെ എടുത്തിട്ട് ബജാജിൻ്റെ ഒരു പ്രോജക്റ്റ് ബൈക്ക് എടുത്തിട്ട് നമുക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്ത്, ഇത് അടിപൊളി പ്രോജക്റ്റ് ബൈക്കിനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഈ എഞ്ചിനാണ് നല്ല കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്.
പിന്നെ കണ്ടില്ല ഒരു കുട്ടി ക്രാഷ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്യൂക്ക് 390 കണ്ടുവന്ന ഒരു കുട്ടി ക്രാഷ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്തരം ക്രാഷ് ഗാർഡ് കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ മാനുഫാക്ചറിനകത്ത് പണ്ട് ചോദിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ പല വീഡിയോസിലും പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ബെൻഡ് ആകാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ചില ആക്സറീസ് ആയിട്ട് മേടിക്കാൻ കൊടുത്ത ക്രാഷ് ഗാർഡ് ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ക്രാഷ് ഗാർഡ്, അത് ബെൻഡാണ്. പകരം നമ്മുടെ ഷാസി ആയിരിക്കും ബ്രേക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ എഞ്ചിനുള്ള ഒരു പെരിമീറ്റർ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതിലോട്ടാണ് എഞ്ചിൻ ഹാങ് ചെയ്തിരിക്കുന്നത്. എഞ്ചിനോ സ്ട്രെസ് മെമ്പറാണ്. അപ്പോൾ ഇത് വീക്ക് മെറ്റൽ കൊടുത്തത്, സാക്രിഫിഷ്യൽ മെറ്റൽ എന്നാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് ബെൻഡായ ഷാസിക്കോ എഞ്ചിനോ അല്ലെങ്കിൽ ഫ്രെയിമിനൊന്നും ഡാമേജ് സംഭവിക്കില്ല. പക്ഷേ പകരം നമ്മൾ ഇങ്ങനത്തെ തരം കുറച്ചൊരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള സ്റ്റീൽ പോലത്തെ ആക്സറീസൊക്കെ മേടിച്ചാൽ മെറ്റലിൻ്റെ സാധനങ്ങളൊക്കെ ഹെവി ഡ്യൂട്ടി മെറ്റലിൻ്റെ അടുത്ത് വെച്ചാൽ നമ്മുടെ ഷാസി ബ്രേക്ക് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് R&Dയിലെ ചെറിയ സാധനങ്ങൾ വെച്ചേക്കാൻ പ്രൊട്ടക്ഷൻ ടു ദ റേഡിയേറ്റർ, ടാങ്കിനും എഞ്ചിൻ്റെ കുറച്ച് കമ്പോണൻസ് മാത്രം പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ അത് കൊടുത്തത്. കുറച്ചൊക്കെ പ്രൊട്ടക്ഷൻ ഈ ബ്രേക്ക് ലെവറിനും അതേപോലെ ഗിയർ ഷിഫ്റ്റിനൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പിൽ മാത്രമാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓവർ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ പെഡസ്ട്രിയൻ സേഫ്റ്റി അതൊക്കെ നോക്കിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ബ്രാൻഡഡ് ഇമ്പോർട്ടഡായി വരുന്ന ചില റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെയൊക്കെ ഈ ക്രാഷ് പ്രൊട്ടക്ടേഴ്സ്, ഫോക്ക് ബോബിൻസ്, ക്രാഷ് ബോബിൻസിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്, കുറേ R&D ഒക്കെ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് അതിൻ്റെ സെലക്ഷൻ ഓഫ് അലോയ്സ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ സെലക്ഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എക്സ്പെൻസീവായി വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സാധനം മേടിച്ചില്ലെങ്കിൽ സ്റ്റിക്ക് ടു സ്റ്റോക്കായി വരുന്ന ക്രാഷ് ഗാർഡ്സ് ഒക്കെ മേടിച്ചു വെക്കാം കേട്ടോ. ഡോമിനായിട്ട് സിമിലർ ആയിട്ടുള്ള ഷാസി പെരിമീറ്റർ ഫ്രെയിമൊക്കെ കൊടുത്തേ കണ്ടത്. അത് ഹീറ്റ് വന്ന് ഇവിടെ നിന്ന് ചൂടായി, ഇവിടെ കണ്ട് എപ്പോഴും ചൂടായിട്ടിരിക്കും. അത് നമ്മുടെ കാലൊന്നും കൊള്ളാണ്ടിരിക്കും വേണ്ടി ഇവിടെ റബ്ബർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടോ. മാത്രമല്ല ഈ പെരിമീറ്റർ ഫ്രെയിം സിമിലർ ടു ഡോമിന 400 സിമിലർ ഫ്രെയിമാണ്. പക്ഷേ എൻ്റെ സ്റ്റീറിംഗ് ക്വാളിറ്റി കുറച്ച് ചേഞ്ചസ് വരുന്നത്, റേക്കിനൊക്കെ കുറച്ച് ചേഞ്ചസ് വരുന്നത് വീൽ ബേസ് ഷോർട്ടർ ആക്കാൻ വേണ്ടി കേട്ടോ. ഇതിൻ്റെ ഷോർട്ടർ വീൽ ബേസ് ഡ്യൂക്ക് 390 Gen 3 ഡ്യൂക്ക് 390 എല്ലാ ജനറേഷൻ ഓഫ് ഡ്യൂക്ക് വെച്ച് നോക്കിയാൽ ഇതിൻ്റെ വീൽ ബേസ് ഷോർട്ടർ ആക്കിയാൽ കൊടുത്തിരിക്കുക. ഫാസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ, സിറ്റിയിൽ അക്രമം കാണിക്കുക, ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ ആകാൻ വേണ്ടി കേട്ടോ. ബജാജ് പൾസർ അറിയാലോ, അക്രമം കാണിക്കുക സിറ്റിയിൽ. ബജാജ് പണ്ട് പറഞ്ഞ കാര്യം തന്നെയാണ് ഈ റേസ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് അമേച്ചേഴ്സിനാണ്, സ്ട്രീറ്റിലാണ് റേസിംഗ് എന്നാണ് അവർ പണ്ട് പറഞ്ഞുകൊണ്ടത്. എന്ത് സീനാണ് നോക്കുന്നത്. അപ്പോൾ അത്ര അക്രമം കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ വീൽ ബേസ് ഷോർട്ടർ ആക്കിയാൽ ഫാസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷന് വേണ്ടി കേട്ടോ. ടയേഴ്സ് പക്ഷേ അത്ര സെറ്റപ്പ് അല്ല. പിന്നെ ബാക്കി കണ്ടില്ല ഒരു 140 സെക്ഷൻ ടയറാണ്. ഡ്യൂക്കിലൊക്കെ 150 സെക്ഷനാണ് കൊടുത്തത്. ഇത് കുറച്ച് കോസ്റ്റ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി കൊടുത്തത്. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് ഫാസ്റ്ററായി ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചെയ്ത് കുറച്ചുകൂടി ഫാസ്റ്ററായി കോൺടാക്ട് പാച്ച് കുറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ പറ്റും. പക്ഷേ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ കംഫർട്ട് കുറച്ചുകൂടി, അതുപോലെ ബ്രേക്കിംഗ്, റിയർ ബ്രേക്കിംഗ് കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്യും കേട്ടോ. അതൊക്കെയാണ് ഡൗൺ സൈഡ്. പക്ഷേ ബാക്കിൽ ഒരു റേഡിയൽ ടയറാണ്, ഫ്രണ്ടിൽ നോൺ റേഡിയലും ബാക്കിൽ റേഡിയൽ ടയറാണ് കൊടുത്തിരിക്കുന്നുണ്ട്. ബാക്കിൽ കുറച്ചുകൂടി നല്ല ടയറാണ് കൊടുത്തിരിക്കുക, കുഴപ്പമില്ലാത്ത ടയറാണ് കൊടുത്തത്. പക്ഷേ എന്നാലും ഇത് കമ്മ്യൂട്ടിങ് ടൂറിങ്ങിന് ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടി പെർഫോമൻസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര സെറ്റപ്പ്. പിന്നെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു സിംഗിൾ പിസ്റ്റൻ കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൈമെക്കയുടെ കാലിപ്പേഴ്സാണ് കൊടുത്തത്. ഈ ബൈബ്രൈനെക്കാട്ടി കുറച്ചൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 230mm ഡിസ്ക് റോട്ടറും കൊടുത്തിട്ടുണ്ട്. കൊള്ളാമല്ലേ. അപ്പോൾ ഈ ഷോക്ക് അബ്സോർബർ കാണുമ്പോൾ സിമിലർ ആയിട്ട് തോന്നോട്ടെ പല മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇതിൻ്റെ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫർ സ്പ്രിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഓയിൽ ക്വാണ്ടിറ്റിയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലാപ്പ് ടൈം, കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്, ഡാമ്പിങ് കിട്ടാൻ വേണ്ടി ഇത്തരം ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓവറോൾ കമ്പയർ ടു ദ ഡ്യൂക്ക് KTM ഒക്കെ വെച്ചാൽ ഈ സ്പ്രിങ്സ് ഫ്രണ്ട് ഫോർക്ക് ആണെങ്കിൽ, റിയർ ഷോക്ക് ആണെങ്കിൽ കുറച്ചൊന്ന് സോഫ്റ്റ് സൈഡാണ്. മറ്റേ പ്ലഷ് സസ്പെൻഷനാണ്. അത് ഓടിക്കാൻ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ റിയർ നോക്ക്, ഒരു സിംഗിൾ സൈഡ് ടയർ ഹഗ്ഗറൊക്കെ കൊടുത്ത് മിനിമലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ആ റിയർ ടെയിൽ സെക്ഷൻ കൊള്ളാട്ടെ. ഇത്രയും പോർഷൻ മുതൽ അങ്ങോട്ട് ഒരു NS200 സിമിലർ ആയിട്ട് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി, കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി സിമിലർ ആയിട്ടുള്ള പാർട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇത്ര മാത്രം അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ടാങ്ക് എടുത്ത് ഇത് 12 ലിറ്റർ ടാങ്ക്, NS200 സിമിലർ 12 ലിറ്റർ ടാങ്കാണ് കൊടുത്തേക്ക്. ഈ ടാങ്കിന് ഒരു എക്സ്റ്റൻഷൻ കണ്ട കുറച്ചിങ്ങനെ പ്രൊട്രൂഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രം ഒരു ചേഞ്ച്, മാത്രമല്ല റേഡിയേറ്ററിനൊക്കെ കുറച്ച് ഷ്രൗഡും കൊടുത്തിട്ടുണ്ട്, കാം ഫൈബർ ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ടെയിൽ സെക്ഷൻ നോക്കുക, NS200 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടെയിൽ സെക്ഷൻ ആയിട്ട് കൊടുത്തത്. LEDs ആണ്. പിന്നെ കണ്ടില്ല ആ നമ്പർ പ്ലേറ്റ് ഹോൾഡർ കണ്ട് ആ NS200 സിമിലർ ആയിട്ട് കുറച്ചും കൂടി ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണെന്ന് തോന്നുന്നു. കോസ്റ്റ് കട്ടിങ്ങിൻ്റെയൊക്കെ സെറ്റപ്പൊക്കെ കാണുന്ന ആ 3 LED ഇൻഡിക്കേറ്റേഴ്സ്, KTMലൊക്കെ കണ്ടുവരുന്ന അതേ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തത്. റിയർ ടെയിൽ സെറ്റപ്പ് ഉള്ളത് നമുക്ക് ഈസിലി റിമൂവ് ചെയ്ത് തന്നെ റിയർ ഭയങ്കര മിനിമലിസ്റ്റിക് ആക്കി കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. കൊള്ളാം. പിന്നെ എൻ്റെ സ്വിങ് ആം കണ്ടോ, സ്റ്റീൽ സ്വിങ് ആമൊക്കെ കൊടുത്തേക്കാൻ, ട്യൂബുലർ സ്വിങ് ആമ കൊടുത്താൽ കുറച്ച് വെയിറ്റ് ഉണ്ട്, അൺസ്പ്രങ് വെയിറ്റ് ഒക്കെ കുറച്ച് കൂടി കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇത് ഡോമിന പോലത്തെ അലൂമിനിയം ടൈപ്പ് ഓഫ് സ്വിങ് ആം എന്നല്ല, കുറച്ച് വെയിറ്റ് കൂടി സ്വിങ് ആമായിട്ട് കൊടുത്തേക്കാൻ. ഒരു നോർമൽ ടൈപ്പ് ഓഫ് അഡ്ജസ്റ്റേഴ്സുമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കമ്പയർ ടു ഡോമിന ഇതിൻ്റെ റിയർ ടീത്ത് ഒന്ന് കൂട്ടി, കുറച്ചുകൂടി ബെറ്റർ ആക്സേഷൻ വേണ്ടി ഒരു ടീത്ത് കൂട്ടിയിട്ടുണ്ട്. റിയറിൽ 46 ടീത്ത് സ്പ്രോക്കറ്റാണ് ഉപയോഗിച്ചത്. പഴയ ഡ്യൂക്ക് 250 പോലെ സിമിലർ ആയിട്ടുള്ള സ്പ്രോക്കറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ആക്സേഷൻ കിട്ടാൻ വേണ്ടി ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തത്. ഭയങ്കര സ്ലിക്ക് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള സ്മൂത്ത് ഗിയർ ബോക്സാണ് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്ററും ഗിയർ ആം കണ്ട കുറച്ച് ലോവർ ക്വാളിറ്റി, ആ ടോളറൻസ്, ആ ഫ്രീ പ്ലേ ഉണ്ട്, അത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഗിയർ ആം മാറ്റിയിട്ട് KTMൻ്റെ ഗിയർ ആം വെച്ച് കഴിഞ്ഞാൽ മച്ച് മോർ ആ സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഓൾട്രേഷൻ ചെയ്യണം, പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ മച്ച് ബെറ്റർ
ബെറ്റർ ആക്കി നിങ്ങൾക്ക് ഷിഫ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെയാണ് ബജാജ് കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ റിയർ വീൽ ലോക്ക് ആണ്ടിക്കാൻ വേണ്ടി സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് കൊള്ളാം അല്ലേ. പിന്നെ എൻ്റെ ക്ലച്ച് ലെവർ ഉണ്ടാവും, ഒരു ലൈറ്റ് ക്ലച്ച് ലെവറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ KTM വരുന്ന അതേ ലെവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാം അല്ലേ. മാത്രം ഇത് ഹോണ്ട ലെവൽ ഓഫ് ലൈറ്റ്നസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എവറി ഡേ സിറ്റി യൂസ് ചെയ്താൽ യാതൊരു റിസ്ക് പെയിനോ ഫെറ്റീഗോ ഉണ്ടാവില്ല. അത്ര ലൈറ്റ് ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ ഇൻസ്പിറേഷന് വേണ്ടി നമ്മുടെ ഡ്യൂക്ക് 300 Gen 1 ഡ്യൂക്ക് 300 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കമ്പാരിസൺ വീഡിയോ ചെയ്യാം. പിന്നെ എൻ്റെ LCD ഡിസ്പ്ലേ നോക്കുക, ഒരു കളർ LCD ഡിസ്പ്ലേ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊള്ളാലെ. എല്ലാ സാധനം ആവശ്യത്തിനുള്ള എല്ലാ സാധനവും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അത് നിങ്ങൾക്ക് ഓണാക്കാം ഓഫാക്കാം. 4 റൈഡിംഗ് മോഡ്, റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ്. റെയിനിലാണ് ഏറ്റവും കൂടുതൽ ABS ഇൻ്റർവെൻഷൻ ചെയ്യുന്നത്. അതേപോലെ പവറും കുറവ് റെയിൻ മോഡിലാണ് കേട്ടോ. റോഡ് മോഡിൽ കുറച്ചുകൂടി പവറും കിട്ടും, അതേപോലെ ABS ഇൻ്റർവെൻഷൻ അത്ര സെറ്റപ്പല്ല. സ്പോർട്ട് മോഡിൽ നിങ്ങൾക്ക് ഫുൾ പവർ, അതുപോലെ ലെസ് ABS ഇൻ്റർവെൻഷൻ ആക്കി. ഓഫ് റോഡ് മോഡിൽ നിങ്ങൾക്ക് റിയർത്തെ ABS ഓഫാക്കാൻ പറ്റും. അങ്ങനത്തെ സെറ്റപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സംഭവം കൊള്ളാം. ഓടിച്ചിട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ സ്പോർട്ട് മോഡിലിട്ട് ഓടിച്ചാൽ ശരിക്കും പവർ മനസ്സിലാവും. നിങ്ങൾ ബിഗിനർ റൈഡർ ആണെങ്കിൽ നിങ്ങൾ റെയിൻ മോഡിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് പയ്യെ പ്രോഗ്രസ് ചെയ്ത് വരിക. അതാണ് നിങ്ങൾ 100cc അല്ലെങ്കിൽ 150cc എന്ന് വരുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ വണ്ടി എടുത്തത് സ്പോർട്ട് മോഡിലിട്ട് അക്രമം കാണിച്ചു തരാം. ഇതിൻ്റെ ബ്രേക്സോ ടയേഴ്സോ അത്ര സെറ്റപ്പ് ആയിട്ടില്ല. അത് നിങ്ങൾക്ക് കുറച്ച് യൂസ് ടു ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി റെയിൻ മോഡിലിട്ട് പ്രോഗ്രസ് ചെയ്ത് റോഡ് മോഡ് എത്തുക. അപ്പോൾ റോഡ് മോഡിലൊക്കെ കുറച്ച് ഓടിച്ചാൽ നിങ്ങൾക്ക് ബെറ്റർ ഐഡിയ ആയിട്ട് നിങ്ങളുടെ ബ്രേക്കിംഗ് യൂസ് ടുവോ അതിനുശേഷം നിങ്ങൾക്ക് സ്പോർട്ട് മോഡിലോട്ടൊക്കെ ഇട്ട് ഓടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സ്പോർട്ട് മോഡ് അത്ര അക്രമമൊന്നുമല്ല, പക്ഷേ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് നിങ്ങൾ പേടിപ്പിക്കാനുള്ള അത്ര പവർ ഉണ്ട് ശരിക്കും വണ്ടിക്ക്. അതുപോലെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓഫ് ആക്കട്ടെ. ഞാൻ ഓഫാക്കി വെച്ചിരിക്കുന്നത് തിരിച്ച് ഓണായി നോക്കട്ടെ. കണ്ട ഓണായി. ഇപ്പോൾ ഓഫാക്കി വെക്കാൻ വേണ്ടി ഇത് നിങ്ങൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 5 സെക്കൻഡ്സ് എന്ത് പ്രസ് ചെയ്ത് വെക്കണ്ടോ. എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ കണ്ട MTC മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ ഡീആക്ടിവേറ്റഡ് ആയി. കൊള്ളാം അല്ലേ. പിന്നെ എന്തോ വാർണിംഗ് ഒക്കെ ഉണ്ട്. കണ്ടോ, വാർണിംഗ് കാണിക്കുന്നതാണ് റീഫ്യൂ. പെട്രോൾ കുറേറായിട്ടോ. ഇനി അത്ര ഫ്യൂൽ എക്കോണമി ഇല്ല. ഞാൻ സിറ്റിയിൽ ഓടിച്ചപ്പോൾ എനിക്ക് 25 km/L ഫ്യൂൽ എക്കോണമി ഉള്ളൂ. പക്ഷേ ഇത് 400cc പെർഫോമൻസ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോഴേക്കും സെറ്റപ്പാണ്. കണ്ട് ഇവിടെ MTC ഓഫ് എന്നും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ RS200 വന്ന സിമിലർ ടൈപ്പ് ഓഫ് മീറ്റർ, പക്ഷേ RS200 എക്സ്ട്രാ 2 ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. RPM വെച്ച് മിന്നുന്ന ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇവിടെ ഇത് USB ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് കൊള്ളാമല്ലേ. പിന്നെ ഡോമിന ടൈപ്പ് ഓഫ് മിറേഴ്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊള്ളാം. 12 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ഉണ്ട്. ഇതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സീറ്റായിട്ട് ഡ്യൂക്ക് 390 വെച്ചിട്ട് 7 mm കൂടുതൽ, 807 805 mm ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത് കേട്ടോ. ഞാൻ 5 foot 8 എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ. കണ്ടില്ലേ, ബെൻറ്റ് നീസോടെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. സീറ്റ് ഓൺ ദ സോഫ്റ്റർ സൈഡാണ്. ആവശ്യത്തിലുള്ള പാഡിങ് കൊടുത്ത സീറ്റാണ് കേട്ടോ. സിറ്റിയിലാണെങ്കിലും വലിയ സീനില്ല. ടൂറിംഗ് ഒക്കെ ചെയ്താൽ വലിയ പ്രശ്നമില്ലാത്ത സീറ്റാണ്. പക്ഷേ കുറച്ചുകൂടി ലോങ് ഡിസ്റ്റൻസ് ടൂർ ചെയ്യാൻ സീറ്റൊക്കെ ഒന്ന് പാഡ് ചെയ്യണം കേട്ടോ. ഒരു ഗ്രിപ്പി ടൈപ്പ് ഓഫ് ടെക്സ്ചർ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം ഓടിക്കുമ്പോൾ അത്ര ഗ്രിപ്പില്ലാത്ത സീറ്റാണ്. എന്താണെന്നറിയില്ല, കുറച്ചും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക. ഹാൻഡ് ബാറാണ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട്. വൈഡ് ഹാൻഡ് ബാർസാണ് കൊടുത്തത്, പക്ഷേ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചിരിക്കുന്നുണ്ടോ. കണ്ടോ, അതുകൊണ്ട് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക. ഫുഡ് പാക്ക് നോക്കി ഇങ്ങനെ കറക്റ്റ് സീറ്റിൻ്റെ അടിയിൽ തന്നെ കൊടുത്ത് ഒരു ന്യൂട്രൽ പൊസിഷൻ. അത്ര അഗ്രസീവ് ഒന്നുമല്ല, കംഫർട്ടബിൾ ആണ്. ഡ്യൂക്ക് 250 കംഫർട്ടബിൾ എർഗണോമിക്സാണ് കൊടുത്തത്. ഡ്യൂക്ക് 390 കംഫർട്ടബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഇതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂക്ക് 390 വെച്ചാണ് ബാക്കിലോട്ട് ഇറക്കി കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. അത് ഒരയാണ്ടിരിക്കാൻ വേണ്ടി ഫുഡ് പാക്ക് ഒരയും. ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ ട്രാക്കിൽ ഓടിച്ചപ്പോൾ ഫുഡ് പാക്ക് ചെറുതായിട്ട് ഒരയും കേട്ടോ. അത്ര ലീനിൽ പോയി നിങ്ങൾ പുഷ് ചെയ്യുവാണെങ്കിൽ ഇത് ഒരയും. അത് റിയർ സൈഡ് ഫുഡ് പാക്ക് വെച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിനെ കണ്ട ആ ഫീലേഴ്സ് ഇല്ലേ, അത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ സെറ്റപ്പ് ആക്കി നിങ്ങൾക്ക് ട്രാക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. അക്രമം കാണിക്കാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. എൻ്റെ ഗ്രിപ്സ് കണ്ട അതിനൊക്കെ ഇടിമിന്നൽ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര ഗ്രിപ്പില്ലാത്ത ഗ്രിപ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അപ്ഗ്രേഡ് ബെറ്റർ ഗ്രിപ്സ് ആക്കി കഴിഞ്ഞാൽ മച്ച് ബെറ്റർ. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് കണ്ട കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ അത്രമാത്രം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്നുമില്ല, എന്നാലും ഇമ്പ്രൂവ് കമ്പയർ ടു ദ പ്രീവിയസ് NS200 ഒക്കെ വെച്ചാൽ മച്ച് മോർ ഇമ്പ്രൂവ്ഡ് ആണ്. ഒരു ബാക്ക് ലിറ്റൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ചില സാധനത്തൊക്കെ ബാക്ക് ലിറ്റ് ഉണ്ട്, ചിലതിനൊന്നുമില്ല. റൈറ്റ് സൈഡത്തെ ബാക്ക് ലിറ്റ്, ലെഫ്റ്റ് സൈഡത്തെ ഹോൺ മാത്രമേ ബാക്ക് ലിറ്റ് ഉള്ളൂ കേട്ടോ. ചില ബാക്കി കമ്പോണൻസ് ഒന്നും ബാക്ക് ലിറ്റ് അല്ല. പിന്നെ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇത് പഴയ BS3 NSൻ്റെ ചെറിയ ബ്ലാക്കിൻ്റെ ഒരു ചെറിയ സ്പാർക്കിൾസൊക്കെ ഉള്ള ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ലുക്സ് ഗുഡ്. പിന്നെ ഇതിൻ്റെ ഫോർക്ക് കണ്ടില്ലേ, ഓവർ സോഫ്റ്റ് അല്ല, ജസ്റ്റ് ഒരു ഫേംനെസ് ഉള്ള ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റാണ് കൂടി ഞാൻ കേൾപ്പിച്ചത് കേട്ടോ. ഇതുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താൽ. 1 ടെസ്റ്റ് സ്റ്റാർട്ട് ഉണ്ടാ ഇല്ല, അതും കൊടുത്തില്ല അവർ. KTM ഇത്രയും കട്ടെടുത്ത് അതും കൂടി കൊടുക്കാമായിരുന്നു. പിന്നെ റൈഡ് ബൈ വയറാണ് കേട്ടോ. മെക്കാനിക്കൽ ആയിട്ടുള്ള ആക്സിലേറ്റർ കേബിൾ, ഫിസിക്കൽ ആക്സിലേറ്റർ കേബിൾ ഒന്നുമില്ല, എല്ലാം ബൈ സെൻസറാണ്. ഇവിടെ 2 സെൻസർ ഉണ്ട്. ഇത് കണ്ട 0 to 100 മെഷർ ചെയ്യാനും 100 to 0 മെഷർ ചെയ്യാനുള്ള 2 സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വൈബ്രേഷൻ ഉണ്ട്, പക്ഷെ ഭയങ്കര ഹാപ്പി ടു റെവ് എഞ്ചിനാണ് ശരിക്കും. ആ 5000 അതിന് അക്രമം വണ്ടി. ഒന്നും കൂടി കേൾപ്പിച്ച ഈ എക്സോസ്റ്റ് റൂട്ടിങ് ഞാൻ നോക്കട്ടെ.
അടിപൊളി റൂട്ടിങ് ആട്ടോ. ഫ്രം ദ ഹെഡ് അണ്ടർനീത്ത് എഞ്ചിനാണ് പോയേക്കാം. അപ്പോൾ എഞ്ചിൻ്റെ ചില സൈഡ് മാത്രം ഹീറ്റ് ചെയ്യില്ല. പഴയ KTMs ഒക്കെ എഞ്ചിൻ്റെ സൈഡിൽ കൂടി റൂട്ട് ചെയ്ത്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിലിണ്ടറിൻ്റെ ഒരു സൈഡ് മാത്രം ഭയങ്കര ഹോട്ടായിട്ട് എപ്പോഴും റൺ ചെയ്യും. അതാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി അടിയിൽ കൂടി റൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അണ്ടർ ബെലി എക്സോസ്റ്റ് കൊടുത്തത്. ഒരു ബേസ് ഉണ്ട്, ഒരു ഗ്രണ്ട് ഉണ്ട്. കൊള്ളാല്ലേ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1.85 lakhs എക്സ്ഷോറും കൊച്ചി കേട്ടോ. അക്രമ പ്രൈസിങ് ആണ്. നമുക്ക് റൈഡ് പോയിട്ട് വരാം. ഇതെനിക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പഴയ മെമ്മറീസാണ്. പണ്ട് ഒരു BS3 NS200 ആയിട്ടാണ് ഞാൻ എൻ്റെ റൈഡിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതിന് മുമ്പ് വണ്ടികളുണ്ടായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ട് എന്താണ് റൈഡിങ്, എന്താണ് ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്, എന്താണ് ഒരു മോട്ടോർ സൈക്കിൾ സെറ്റപ്പ് എന്ന് ശരിക്കും സെറ്റപ്പ് മനസ്സിലാക്കിയെടുത്ത് വിത്ത് ബജാജ് പൾസർ 200 NS ആണ്. അതിൻ്റെ ഒരു എവല്യൂഷനാണ് ഈ 400 NS 400Z എന്നാണ് പറയുന്നത്. രാജീവ് ബജാജ് പറഞ്ഞ പല ഐട്രേഷൻസ് ഓഫ് ദ 400 വരും. വേറൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഓൺലി ദ Z വേർഷനാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. സംഭവം കൊള്ളാം എന്ന് പറഞ്ഞാൽ ഈ എൻജിൻ എന്ന് പറഞ്ഞാൽ ആ Gen 2 Duke 390 Dominar 400 സിമിലർ ആയിട്ടുള്ളൊരു എൻജിനാണ്. ഡീറ്റ്യൂൺ സ്റ്റേറ്റിലാണ്. സിമിലർ പവർ ടു ദ Dominar 400, പക്ഷേ Dominar കാട്ടി 12 kgs ലൈറ്ററാണ്. പുതിയ Gen 3 Duke 390 കാട്ടി ഏകദേശം 6 kgs ഹെവിയാണ്. സ്പീഡ് 400 കാട്ടി 2 kgs ലൈറ്ററാണ്. മാത്രമല്ല ഡ്യൂക്ക് 390 കാട്ടിയും Dominar 400 കാട്ടിയും വീൽ ബേസ് ഷോർട്ടറാണ്. എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. മാത്രമല്ല ബാക്കിൽ ഒരു 140 സെക്ഷൻ ടയറാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചെറിയ ടയർ ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ലെഫ്റ്റ് റൈറ്റ് കൊള്ളാല്ലേ. പിന്നെ ഈ ടയേഴ്സ് അത്ര സെറ്റപ്പ് അല്ല. അതുകൊണ്ട് നമുക്ക് അത്രയും ആ എൻഗേജിങ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടാത്ത, അത്രയും എന്താ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നിമ്പിൾ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടാത്ത ഈ ടയേഴ്സ് അത്ര സെറ്റപ്പ് ടയേഴ്സ് അല്ല. ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ ഷാസി വെച്ച് നോക്കുമ്പോൾ, ആ പെരിമീറ്റർ ഫ്രെയിമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര സെറ്റപ്പ് ആയിട്ടുള്ള ടയേഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി ബെറ്റർ ടയേഴ്സ് കൊടുത്താൽ ഇതൊരു അക്രമം വണ്ടിയാക്കി എടുക്കുക. ബ്രേക്സ് ആണെങ്കിലും പ്രോഗ്രസീവ് ബിഗിനർ ഫ്രണ്ട്ലി ആക്കി വെക്കുക കേട്ടോ. അങ്ങനത്തെ തരം മത്താപ്പ കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി ശരിക്കും ബജാജിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ്. എനിക്ക് തോന്നുന്നത് Z അതായിരിക്കും. Z കുറച്ചുകൂടി ബിഗിനർ ഫ്രണ്ട്ലി ബഡ്ജറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സിൻഡഡ് ബ്രേക്ക് പാഡ്സ് എന്ന് പറഞ്ഞാൽ സാധാ ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ സോഫ്റ്റ് പ്ലഷ് ആയിട്ടുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. സാധാ കമ്മ്യൂട്ടിങ് അല്ലെങ്കിൽ ടൂറിങ് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 6 വേർഷൻ അവർക്ക് ഇറക്കാം. ബെറ്റർ ടയേഴ്സ്, സിൻഡഡ് ബ്രേക്ക് പാഡ്സ്, അത്ര നേരം മത്താപ്പ് കൊടുത്താൽ മതി. ആ 2 സാധനങ്ങൾ കൊടുത്താൽ ഈ വണ്ടിയുടെ ക്യാരക്ടർ മൊത്തത്തിൽ മാറും. ഇപ്പോൾ ഈ ടയർ കണ്ട ഡയറക്ഷൻ മാറാൻ എളുപ്പമാണ്. പക്ഷേ എന്നാലും ഒരു മെറ്റ്സ്ലറിൻ്റെയോ അല്ലെങ്കിൽ അപ്പോളോ ആൽഫ H1 TVS പ്രോട്ടോക്ക് യൂറോ ഗ്രിപ്പിൻ്റെയോ ആ MRS സ്റ്റീൽ ബ്രേസിൻ്റെ അത്ര ഉള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ടയേഴ്സ് ആട്ടോ. കമ്മ്യൂട്ടിങ് ടൂറിങ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അക്രമം കാണിക്കുവാണെങ്കിൽ ഇത് അക്രമം കാണിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. സസ്പെൻഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ അടിപൊളി സസ്പെൻഷൻ കേട്ടോ. ഇൻ ദ കേസ് ഒരു നേക്കഡ് മോട്ടോർ സൈക്കിളിന് ഇത്രയും പ്ലസ് സസ്പെൻഷൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓവർ ഫേം അല്ല, ഓവർ സ്റ്റിഫും അല്ല. റോട്ടിലത്തെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ബ്യൂട്ടിഫുള്ളി സോക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ ആ റോട്ടിലത്തെ കയറ്റവും ഇറക്കവും ബംസും എല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്നു. അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ സ്പ്രിംഗ് റേറ്റ് ഡിഫറൻസ് ഡോമിനാറിനെ കാട്ടി ഡിഫറൻറ്റ് സ്പ്രിംഗ് റേറ്റ് ആണ്. Gen 2 Dukeനെ കാട്ടി ഡിഫറൻറ്റ് സ്പ്രിംഗ് റേറ്റ് ആണ്. ഒരു വെറൈറ്റി ആയിട്ട് പ്രോഗ്രസീവ് സ്പ്രിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സ്പ്രിംഗ് റേറ്റ് ഉണ്ട്. ഒരു വേരിയിങ് സ്പ്രിംഗ് റേറ്റ് 0.68 to 0.85 കറക്റ്റ് എനിക്ക് ഓർമ്മ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ബജാജ് പ്ലാന്റിൽ പോയി ടെസ്റ്റ് ചെയ്തൊരു വെഹിക്കിളാണ് കേട്ടോ. കൊള്ളാം. ബിഫോർ ദ ലോഞ്ച് ഷാക്കൻ പ്ലാന്റിൽ പോയിട്ട് അവിടുത്തെ റേസ് ട്രാക്കിൽ അക്രമം കാണിച്ചൊരു മോട്ടോർ സൈക്കിളാണ്. വളരെയധികം ഓർമ്മകളുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ബജാജിനോട് പണ്ട് പറഞ്ഞത് NS 200 ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെസ്റ്റിങ്ങിലോ അതിൻ്റെ മാനുഫാക്ചേഴ്സായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വെഹിക്കിൾ ടെസ്റ്റിങ്ങിലോട്ട് ഇറങ്ങി. മാനുഫാക്ചർ ടെസ്റ്റിങ്, വെഹിക്കിൾ ടെസ്റ്റിംഗ്, ടയർ ടെസ്റ്റിങ്ങിലോട്ടൊക്കെ വന്നപ്പോൾ ഒരു വെരി ഗുഡ് റിലേഷൻ വിത്ത് ബജാജ് ആയപ്പോൾ അവർ ഞാൻ ടെസ്റ്റിങ്ങിനൊക്കെ വിളിക്കുന്നത്. അവിടെ മോട്ടോർ സൈക്കിൾ ടെസ്റ്റിങ്, അവിടെ കുറച്ച് കോമ്പോണൻസ് ടെസ്റ്റിങ്ങിനൊക്കെ ഞാൻ പോയി ട്രാക്ക് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ അവിടുത്തെ എൻജിനീയേഴ്സ് പറഞ്ഞ എൻ്റെ ട്രാൻസിഷൻ ഫ്രം എ ബിഗിനർ ടു എ വെഹിക്കിൾ ടെസ്റ്റർ അതെല്ലാം ബജാജ് നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ R&D എൻജിനീയേഴ്സ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടീമാണെങ്കിലും ഓവർ ദ മനീഷ് ടണ്ടൻ സാറാണെങ്കിൽ എല്ലാവരുമായിട്ടാണെങ്കിലും ഒരു ഹെൽത്തി റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും എൻ്റെ ട്രാൻസിഷൻ കണ്ട ഒരു ബിഗിനർ റൈഡറായിട്ട് ഓൺ ദ റേസ് ട്രാക്ക് വന്ന് ഞാനിപ്പോൾ അവിടെ വെഹിക്കിൾ ടെസ്റ്റിങ്ങിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ NS 400 അക്രമം കാണിക്കുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ മുമ്പ് തന്നെ അവരൊന്ന് പറഞ്ഞത് ഇതൊരു റേസ് ബൈക്കല്ല, ഇതൊരു
നേക്കഡ് മോട്ടോർ സൈക്കിൾ ഫോർ എവറി വൺ ആണ്. ആ മനസ്സിൽ വെച്ചിട്ട് വേണം ഓടിക്കാൻ എന്നാണ് എന്നോട് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഓൺ ദ റേസ് എനി മോട്ടോർ സൈക്കിൾ ഈവൻ ഇലക്ട്രിക് ആണെങ്കിൽ ഞാൻ അക്രമം കാണിക്കും, ഞാൻ പുഷ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പുറത്ത് വന്ന് കാത്തിരിക്കുക എന്താണ് ഇവൻ പറയാൻ പോകുന്നത്. ഞാനിട്ട് അക്രമം ടയേഴ്സ് എല്ലാവരും പറഞ്ഞ ടയേഴ്സ് ബേസിക് ടയേഴ്സ് ഇതിട്ട് അധികം പുഷ് ചെയ്യാൻ പറ്റില്ല, അക്രമം അധികമൊന്നും കാണിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ പേര് പറഞ്ഞത്. ഞാനിട്ട് ഒരു പുഷ് ചെയ്തു, എല്ലാ കോണലും മുട്ട് വരച്ച് ഫുഡ് പാക്ക് സ്ക്രേപ്പ് ചെയ്ത് റെവ് ലിമിറ്റ് അടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ടെൻഡൻ സാറ് പറഞ്ഞു ഇതിൽ അക്ര ഓവറായി കാണിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് വണ്ടി. ഞാൻ പറഞ്ഞു ഇത് പെർഫെക്റ്റ് ബേസ് ആണെന്ന് പറഞ്ഞത്. പെർഫെക്റ്റ് ബേസ് ഫോർ എ പ്രോജക്റ്റ് ബൈക്ക്. നിങ്ങളൊരു ബിഗിനർ റൈഡറാണ്, ഒരു 100cc 150cc എക്സ്പീരിയൻസ് ഉണ്ട്, അത് വേണം കേട്ടോ. അല്ലാതെ ഒന്നും ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി ഈ വണ്ടി എടുക്കരുത്. സോ അതാണ് ഞാൻ കഥ പറഞ്ഞു തന്നെ. അതാ നല്ലൊരു ബേസാണ് നിങ്ങൾക്ക് എടുത്ത് പണിയാനാണ്, ടു ഡെവലപ്പ് ബെറ്റർ. നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും അതേപോലെ കുറച്ചുകൂടി ബെറ്റർ ആകാൻ പ്ലാൻ ഉണ്ട്. ആസ് എ റൈഡർ ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു മോട്ടോർ സൈക്കിൾ അറ്റ് എ ബഡ്ജറ്റാണ്. 40 ഹോഴ്സ് പവർ 35 Nm ഓഫ് ടോർക്ക് കേട്ടോ, സെറ്റപ്പാണ്. മാത്രമല്ല എർഗണോമിക്സ് നോക്ക്, കണ്ടില്ലേ? സീറ്റായിട്ട് നോക്കി 805 mm ആണ്, 805 mm സീറ്റായിട്ട് കണ്ടേ. ഞാൻ 5 foot 8, എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ, സീറ്റാണെങ്കിൽ കുഴപ്പമില്ല, കംഫർട്ടബിൾ സീറ്റാണ് കൊടുത്തേ. ലോങ് ടൂർ ചെയ്യുമ്പോൾ എത്ര സെറ്റപ്പ് ആണെന്ന് അറിയില്ല, പക്ഷേ എന്നാലും ഷോർട്ട് റൈഡൊന്നും യാതൊരു സീനും ഇല്ലാത്ത സീറ്റാണ് കേട്ടോ, സോഫ്റ്റ് സീറ്റാണ്. പിന്നെ എന്തിന് ഓവർടേക്ക് ചെയ്യാനുള്ള മോർ ദൻ എ പവർ. കൈ കൊടുത്തിട്ടില്ല, 5000 RPM ആകുമ്പോൾ ഈ വണ്ടിക്ക് റെവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. Easily 0 to 100 under 7 seconds, faster than the RTR 310. Almost similar to a speed 400 ആണ് കേട്ടോ. CB300 അത്ര ഫാസ്റ്റ് ഇല്ല. CB300 ആണ് എനിക്ക് ശരിക്കും അത്ഭുതമായി തോന്നുന്നത്. അതിൻ്റെ 0 to 100 അതിൻ്റെ ഫസ്റ്റ് ജെൻ കേട്ടോ. സെക്കൻഡ് ജെൻ കുറച്ച് പൊടിക്ക് സ്ലോവർ ആയി തോന്നുന്നു, പക്ഷേ എൻ്റെ ഫസ്റ്റ് ജെൻ ഏകദേശം 6.7 സെക്കൻഡ്സില്ല. ഇത് 6.8 ആണ്, ഒരു 0.1 സെക്കൻഡ് സ്ലോവർ തന്ന CB300R. പക്ഷേ എന്നാലും ഇത് അക്രമ പെർഫോമൻസ്. ഇത് ഓഫർ ചെയ്യുന്ന പ്രൈസ് നോക്ക്, 1.8 lakhs ഷോറൂമിന്. അക്രമ ഡീലല്ലേ. അടിപൊളി ഗിയർ ബോക്സ് ആണ്, സ്ലിക്ക് ഗിയർ ബോക്സാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് സിമിലർ ടു Gen 2 Duke 390 കേട്ടോ. ഇതിൻ്റെ ഗിയർ ആം, ആ ടൈ റോഡ്, കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റി ഒക്കെ ആണ്, കുറച്ചൊരു ടോളറൻസ് കുറഞ്ഞ സാധനം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഷിഫ്റ്റിംഗ് ആവും കേട്ടോ. മിക്ക ഇതിൻ്റെ ഷിഫ്റ്റിംഗ് അത്ര പോരെന്ന് പറയാൻ കാണുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ആം ചില കോമ്പോണൻസിൽ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട് ബജാജ്, അതിൻ്റെ പ്രശ്നം. അടിപൊളി ഗിയർ ബോക്സ് കേട്ടോ. റവ് മാച്ചൊക്കെ ചെയ്ത് പഠിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ പറ്റുന്ന ബേസിക്സ്, എങ്ങനെ ബ്രേക്ക് പിടിക്കേണ്ടത്, എങ്ങനെ ട്രെയിൽ ബ്രേക്ക് ചെയ്യേണ്ടത്, എല്ലാ സാധനവും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഓൺ ദ റേസ് ട്രാക്ക് വരെ കൊണ്ട് ഓടിക്കാൻ പറ്റും. വിത്ത് ബെറ്റർ ടയേഴ്സ് നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് ട്രാക്ക് ബൈക്ക് ആക്കി എടുക്കാനും പറ്റും. ഇതിൽ നിങ്ങൾ TVS യൂറോഗ്രിപ്പിൻ്റെ പ്രോടോക്ക് ടയേഴ്സ് ഉണ്ട്, അത് മേടിച്ചിട്ടാൽ മതി. ഒരു 11,000 rupees ഒരു സിൻഡർ ബ്രേക്ക് പാഡ്സ് ഫ്രം ബ്രംബോ മേടിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ EBC വേണ്ട, ബ്രംബോയുടെ കിട്ടും 2,800 2,500 rupees നിങ്ങൾക്ക് കിട്ടും. അതും മേടിച്ചിട്ടാൽ ഒരു 15,000 rupees ബഡ്ജറ്റിലാണ്. 15,000 rupees ഈ വണ്ടി എടുത്തിട്ട് 15,000 rupees നിങ്ങൾ മോഡ് ചെയ്യണം. അക്രമവും കാരണം ഇത്ര നട്ടുച്ച വെയിലത്ത് ഈ വണ്ടി ഓടിച്ചിട്ട് യാതൊരു ഹീറ്റിംഗും ഇല്ല. ഹീറ്റിംഗ് ഒക്കെ ഭയങ്കര കൺട്രോളുണ്ടോ. അതേസമയം Gen 1 Gen 2 ഒക്കെ നിങ്ങൾ ഇതേ ടൈമിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹീറ്റിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ആ തൈസിലൊക്കെ ആ ഹീറ്റ് വരും. ഇത് നോക്കി യാതൊരു ഹീറ്റിംഗും ഇല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള എർഗണോമിക്സ് ആണ്. ഓവറോൾ മച്ച് ബെറ്റർ കേട്ടോ. അതാണ് എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടത്. കണ്ട ഒരാൾ വട്ടം ചാടാൻ നോക്കി, ബ്രേക്ക് ഉണ്ടോ, സെറ്റപ്പ് ബ്രേക്കാണ്, ഒരു സീനുമില്ല. മാത്രമല്ല റൈഡ് ബൈ വയറും കൂടിയാണ്. ആ കേബിൾ മെക്കാനിക്കലായിട്ട് ആക്സിലേറ്റർ കേബിൾ മാറ്റി സെൻസർ ബേസ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് റൈഡിങ് മോഡ്സ് ഉണ്ട്, 4 റൈഡിങ് മോഡ്സ് ഉണ്ട്. റെയിന്, റോഡ്, സ്പോർട്ട്, ഓഫ് റോഡ്. ഇപ്പോൾ ഓഫ് റോഡ് മോഡിലാട്ടോ. ഓഫ് റോഡ് മോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയർ ബ്രേക്ക് പിടിച്ചാൽ കണ്ട റിയർ ലോക്ക് ചെയ്യാൻ പറ്റും. സെറ്റപ്പ് നോക്കണം, അത് കൊള്ളാം. അപ്പോൾ അടിപൊളി ബ്രേക്കിംഗ് കിട്ടും കേട്ടോ, കൊള്ളാട്ടോ. കുറച്ചൊരു വൈബ്രേഷൻ 6,500 RPM 7,000 ആ റേഞ്ചൊക്കെ നമ്മളേക്ക് ടാങ്ക് ഹഗ് ചെയ്ത് ഇങ്ങനെ പിടിക്കാൻ കണ്ടില്ലേ. ഞാൻ ബ്രേക്ക് പിടിക്കാൻ പോണ മുമ്പേ ടാങ്ക് ഇങ്ങനെ ഹഗ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്തു. എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ മുകളിലത്തെ ആ സീറ്റ് കവർ വരെ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ ഊർന്നു അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ടാങ്ക് ഹോൾഡ് ചെയ്ത് കേട്ടോ. പിന്നെ ടാങ്ക് ഹോൾഡ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. ആ Gen 1 ഡ്യൂക്കിനെ കാട്ടി സെറ്റപ്പ് ടാങ്ക് ഹോൾഡ് ചെയ്യാൻ. എനിക്ക് NS ടാങ്ക് ഇഷ്ടമാണ് കേട്ടോ.
ഹോൾഡ് ചെയ്ത് വെക്കാൻ ഇതിലൊരു ടാങ്ക് ഗ്രിപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ മച്ച് ബെറ്ററാവും. പിന്നെ ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് വണ്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കൊടുത്തു. ട്രാക്ഷൻ കൺട്രോൾ വരെയുണ്ട്. ഇപ്പോൾ ഞാൻ അത് ഓഫാക്കിയിട്ടേക്കുക. എന്നാലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ബിഗിനർ റൈഡറാണ്, നിങ്ങൾ ചെളിയിൽ വെറ്റ് സർഫസിലൊക്കെ സ്ലിപ്പറി സർഫസിലൊക്കെ പോയി കഴിഞ്ഞാൽ അതെ അടിപൊളിയാണ്. 6 വട്ടം ചാടിയാൽ കണ്ടില്ലേ, ജസ്റ്റ് ടാപ്പ് ഓഫ് ദ ബ്രേക്സ്. ആ ഫ്രണ്ട് ഫോർക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് ട്യൂൺ ചെയ്തേക്കുക. സോഫ്റ്റസ്റ്റ് ആയിട്ട് നമ്മുടെ റോഡിലത്തെ എല്ലാം ഇംപെർഫെക്റ്റ് അബ്സോർബ് ചെയ്യും. പക്ഷെ നല്ല ആദ്യമായിട്ടുള്ള ഫ്രണ്ട് ആൻഡ് ആ ഫ്രണ്ട് ആൻഡ് ഫോക്ക് ഡ്രൈവ് കുറച്ച് കൺട്രോൾഡാണ്, ഓവർ സ്റ്റിഫും അല്ല. സെറ്റപ്പാണ് കേട്ടോ. രാജീവ് ബജാജ് പറഞ്ഞ ചില കാര്യം എൻ്റെ മനസ്സിലോട്ട് വരാം. നമ്മൾ മാസ്റ്റേഴ്സ് അല്ല, പക്ഷേ വി ലേൺ ഫ്രം സർക്കംസ്റ്റാൻസസ്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. നിങ്ങളുടെ GT-TSI പറക്കുന്നു, കൊള്ളാല്ലേ? അക്രമം കാണിക്കാൻ പറ്റിയൊരു വണ്ടി കേട്ടോ. എന്ത് രസമാണ്. 6th ഗിയർ അറ്റ് 5500 RPM നിങ്ങൾക്ക് 95 ഈസിലി ക്രൂസ് ചെയ്ത് പോവാം. നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും. ഏകദേശം 30 കിലോമീറ്റർ ടു ദ ലിറ്റർ ഫ്യൂൽ എക്കോണമിയും കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറയും, ഡോമിനാൻ്റെ ഇതിൻ്റെ സ്പ്രോക്കറ്റും കുറച്ചും കൂടി ഷോർട്ടറാക്കി. ഡോമിന വെച്ച് നോക്കുമ്പോൾ എൻ്റെ റിയർ സ്പ്രോക്കറ്റിൻ്റെ ടീത്ത് ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആക്സലേഷൻ അടിപൊളിയാണ്. കൈ കൊടുത്ത് അവിടെ നിന്ന് പുള്ളി തരും. ഡോമിനാൻ്റെ കാട്ടി ഫാസ്റ്റർ ആക്സലറേഷനാണ് കേട്ടോ. സെറ്റപ്പാണ്. ഈ വണ്ടി ഓടിച്ചു നടക്കാൻ അടിപൊളിയാണ്. ഒരു യൂത്ത്ഫുൾനെസ് ഉണ്ട്. നല്ല സസ്പെൻഷൻ കുറച്ച് മെച്ചുവേർഡാണ്. അതാണ് ബജാജിൻ്റെ ഒരു പ്രത്യേക മാജിക്കാണ്. യൂസബിൾ ആയിട്ടുള്ള പവറാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഈ എഞ്ചിൻ്റെ ഹെഡ് എടുത്ത് കുറച്ച് മോഡിഫൈ ചെയ്തതിൻ്റെ ക്യാം ഷാഫ്റ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് മോർ പവർ ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു ECU ട്യൂൺ, ECU ഫ്ലാഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ മേക്ക് 43 ഹോഴ്സ് പവർ. ഒരു 43 ആ Gen 2 Duke 300 സിമിലർ പവേഴ്സ് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പൊട്ടൻഷ്യൽ ഉണ്ട് ഡെഫിനറ്റ്ലി. ഇത് ഓടിക്കുന്നത് എന്ത് സ്മൂത്താണ്, നല്ല റിഫൈൻഡ് ആയിട്ടുണ്ട് ഈ എഞ്ചിൻ. ഓവർ ദ ഇയേഴ്സ് ഈ 2013 വന്ന എഞ്ചിനാണ്. ഡ്യൂക്ക് 390 അവർ ലോഞ്ച് ചെയ്യുമ്പോൾ ഇൻ ടൈ അപ്പ് വിത്ത് ബജാജ് ആണ്ടോ KTM ആ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് ഇറങ്ങിയ എഞ്ചിനാണ്. ആ എഞ്ചിൻ ഓവർ ദ ഇയേഴ്സ് അവർ റിഫൈൻ ചെയ്തെടുത്തു, സെറ്റപ്പ് ആക്കി എടുത്തു. ഓടിക്കാൻ നോക്കുക. ആ വീൽ ബേസ് ഷോർട്ടറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂക്ക് 390 ഷോർട്ടർ വീൽ ബേസാണ്. ഇടയിൽ കൂടി കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ സെറ്റപ്പാണ്. ഈ വണ്ടി എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഡേഞ്ചറും കൂടിയാണ് കേട്ടോ. കാരണം നിങ്ങൾ ബിഗിനർ റൈഡർ ആണെങ്കിൽ ഇതിൽ അറിയാണ്ട് അക്രമം കാണിച്ചോ പറഞ്ഞാൽ അത്രയും ഫാസ്റ്റ് ചേഞ്ച് ഡയറക്ഷൻ. ഈ വൈഡ് ഹാൻഡിൽ ബാറും കൊടുത്തുകൊണ്ട് ഇൻപുട്ട്സ് ഒക്കെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ്ലി കൊടുക്കാൻ പറ്റും. കാരണം കൗണ്ടർ സ്റ്റിയർ, എനിക്ക് ആ ഫ്രണ്ട് വണ്ടിയിൽ ഞാൻ കൗണ്ടർ സ്റ്റിയർ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഭയങ്കര ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അത് ഭയങ്കര അൺനെസറി ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് തരും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണത്. എപ്പോഴും ബജാജ് മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ NS 200 BS3 ഒക്കെ ഇറങ്ങിയ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂക്ക് 390 ഇറങ്ങിയ സമയത്താണെങ്കിലും എല്ലാവർക്കും പറ്റിയ മിസ്റ്റേക്ക് അതാ, ഈ റൈറ്റ് ഹാൻഡ് കൺട്രോൾ ചെയ്യാനുള്ള ആ പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. ഞാനും ക്രാഷായിട്ടുണ്ട്. അത് ആ പ്രായത്തിലാണ്. ഒരു 20 ഇയർ ഓൾഡിന് 44 ഹോഴ്സ് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഏകദേശം 20 kgs ലൈറ്ററുമായിരുന്നു ആ Gen 1 ഡ്യൂക്ക് 390. അക്രമം. ഇതിൻ്റെ അത്ര ബ്രേക്സും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞില്ലേ സിൻഡർ ബ്രേക്ക് പാഡ്സ് ഇല്ല, ബ്രേക്കിംഗ് കുറവാണ്. അന്ന് ഇറങ്ങിയ ഡ്യൂക്ക് 390 ഉണ്ടായിരുന്നില്ല. ഇതിനെക്കാട്ടിയും ഡിസ്ക്രോട്ടറിൻ്റെ സൈസും കുറവായിരുന്നു. ഡിസ്ക്രോട്ടറിൻ്റെ സൈസും കുറവായിരുന്നു, സാധാ ഓർഗാനിക് പാഡ്സും ആയിരുന്നു. അതും ബ്രേക്ക് ഫെയ്ഡ് ലൈറ്റർ ദാൻ 20 kgs ആയിരുന്നു. ഓ അക്രമമായിരുന്നു ആ വണ്ടി. എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത് വെച്ചിട്ട് രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചുതരാം. പിന്നെ ആ ഡ്യൂക്ക് 390 ലോഞ്ച് ചെയ്ത് സെയിം പ്രൈസ് തന്നെ 1.8 lakhs ഡ്യൂക്ക് 390 ലോഞ്ച് ചെയ്ത്. ഇത് 1.85 lakhs, ഒരു 5,000 rupees കൊണ്ട് ഇൻഫ്ലേഷൻ ആണെന്ന് കൂട്ടാം. ബട്ട് ബേസിക്കലി ഒരു സിമിലർ മോട്ടോർ സൈക്കിളാണ് കിട്ടുന്നത്. അടിപൊളി സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ടോ. ഇതിൻ്റെ ക്ലച്ച് ലെവറിൽ ലൈറ്റാ, സിറ്റിയിൽ ഓടിക്കാൻ യാതൊരു സ്ട്രെയിൻ ഇല്ല, കൊള്ളാം. സ്പീഡ് 400 കമ്പാരിസൺ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് 400 എക്സ്ഷോറും വരുന്നത് 2.4 lakhs ആണ്. ഇപ്പോൾ ഇതിനിപ്പോഴും 1.85 ആണ്. എത്ര പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, ഒരു 50,000 പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് പ്രൈസ് പോയിന്റ്, ആ വാല്യൂ നോക്കുവാണെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ മോട്ടോർ സൈക്കിൾ നോക്കുവാണെങ്കിൽ ഒരു 400cc ഓടിക്കണം. എന്താണ് 400cc പ്രത്യേകത, ദ മാജിക് ഓഫ് 400cc പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ എന്താണെന്നറിയാൻ ദ NS 400 വെല്ലാം വണ്ടിയില്ല. കൈ കൊടുക്കെന്ന് പറയാൻ വണ്ടി. എന്ത് രസമാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വണ്ടികൾ. ഈ നേച്ചർ, ഈ എഞ്ചിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓവർ 10 yearsആയി ഞാൻ ഈ മോട്ടോർ സൈക്കിളിൽ ഈ എഞ്ചിൻ കേട്ടോ ഡിറൈവ്ഡ് എഞ്ചിൻ. ആ ഡ്യൂക്ക് 390 സിമിലർ എഞ്ചിൻ തന്നെയാണ്, എന്നാൽ കുറച്ചും കൂടി ഒരു കാമർ നേച്ചറാണ്. ഡോമിനാനെക്കാട്ടും കുറച്ചും കൂടി ആ ഗിയറിങ് മാറ്റിക്കൊണ്ട്, ആ ഫ്യൂലിങ് കുറച്ച് ചേഞ്ചസ് ചെയ്തുകൊണ്ട്, പിന്നെ കുറച്ചുകൂടി ലൈറ്റർ ആയതുകൊണ്ട്, ആ ഷോർട്ടർ വീൽ ബേസ് ആയതുകൊണ്ട് ഡോമിനാനെക്കാട്ടും നല്ല ഫണ്ണായി. ഈ ഡോമിന 400 കുറച്ച് ജിമ്മിലൊക്കെ പോയി കുറച്ച് വെയിറ്റൊക്കെ കട്ട് ചെയ്ത് കുറച്ചുകൂടി ഫിറ്റർ ആയി കഴിഞ്ഞാൽ എന്താവും, അതാണ് ദ NS 400. ലൈറ്ററായി, ഷോർട്ടർ വീൽ ബേസായി, ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ചുമായി, കൊള്ളാം. മാത്രമല്ല ഇത് പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്ററാണ് കേട്ടോ.
ചില മോട്ടോർ സൈക്കിളൊക്കെ സ്ട്രീറ്റ് ഫൈറ്ററാന്ന് പറയും, പക്ഷേ അത്രമാത്രം ആ സ്ട്രീറ്റ് ഫൈറ്റിംഗ് നേച്ചർ ഉണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ ആ എൻജിനും ഇതിൻ്റെ ആ എർഗണോമിക്സ്, ആ വൈഡ് ഹാൻഡിൽ ബാറും സെറ്റപ്പൊക്കെ ട്രാഫിക്കിൽ അക്രമം കാണിക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ. എവിടെ ഗ്യാപ്പ് ഉണ്ട് അവിടെ കുത്തി കയറ്റാനുള്ള ഒരു സെറ്റപ്പാണ്. കൺട്രോൾ ചെയ്യുക അടങ്ങണം. ഓ സോ മച്ച് പവർ. നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ 4000 അല്ലെങ്കിൽ 5000 4500 RPM നമ്മൾ മോസ്റ്റ്ലി പോകുന്നത് കേട്ടോ. ആ റേഞ്ചിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ 5000 ആ 5000 to 8000 അതിൻ്റെ പവർ കിടക്കുന്നത്. ആ പവർ ബാൻഡ് കീറുന്നാണ് വണ്ടി പറയുന്നത്. ഇത് കണ്ടേ, വേറെ മോഡിട്ട് ഞാൻ കാണിച്ചതില്ലല്ലോ. ഈ വണ്ടി വേണമെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ന്യൂ റൈഡറാണ്, നിങ്ങൾ 100cc ഒക്കെ ഓടിച്ച് നടന്നിട്ട് പെട്ടെന്നൊരു 400cc റെയിൻ മോഡിട്ടൊക്കെ ഓടിച്ച് തുടങ്ങുവാണെങ്കിൽ പറഞ്ഞാൽ ഭയങ്കര കൺട്രോളായ വണ്ടി. ആ ചാട്ട് ഫുൾ ത്രോട്ടിലാണ് പോകുന്നത്, പവറില്ല, ആ ചാട്ടില്ല, പവർ കട്ട് ചെയ്യുക. എത്ര പവർ ഫിഗേഴ്സാണ് കട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ അത് ഭയങ്കര പവർ കട്ടാണ്. മാത്രമല്ല ABS ഒക്കെ ഭയങ്കര ഇൻട്രൂസീവായി കണ്ട് ആ ഷാർപ്പ് ബ്രേക്കിംഗ് ഒക്കെ നഷ്ടപ്പെട്ട് കണ്ട്. ഇതിപ്പോൾ ഞാൻ ഫുൾ ത്രോട്ട് കൊടുത്തിട്ട് സാധു ഒരു NS 200 ഓടിച്ചെടുക്കാൻ ഫീലാണ് ഇപ്പോൾ. ശാന്തനായ വണ്ടി, വളരെ ശാന്തനായിപ്പോയി, ഓവർ ശാന്തനായി പോയിട്ടോ റെയിൻ മോഡ്. പക്ഷേ ഇതിൻ്റെ അക്രമം സ്പോർട്ട് മോഡിലാണ്. ആ ഫുൾ ഹോഴ്സ് പവർ 40 ഹോഴ്സ് പവർ, അതേപോലെ 35 Nm ഓഫ് ടോർക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ABS ഇൻ്റർവെൻഷൻ അത്ര മാത്രം ഉണ്ടല്ലോ. ഓഫ് റോഡ് മോഡിൽ നിങ്ങൾക്ക് റിയർ വരെ ലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വല്ല കുന്നും മലയൊക്കെ കയറാൻ പോയി കഴിഞ്ഞാൽ വിത്ത് നേക്കഡ് മോട്ടോർ സൈക്കിൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. 168 mm ഡീസൻ്റ് ആണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സസ്പെൻഷനും അല്ലേ. അപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ച് താഴും വണ്ടി. ആ താഴുന്ന സമയത്ത് ഇപ്പോൾ ഡബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടി ഇടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പ്രശ്നം. ബജാജിൻ്റെ ഒരു വേറെ പ്രശ്നം ഈ സോഫ്റ്റ് സസ്പെൻഷൻ്റെ പ്രശ്നം അതാണ്. ഓൺ ദ ഗോ റൈഡ് മോഡ് മാറ്റാട്ടോ. നമുക്ക് സ്പോർട്ടും കൂടി ഇടാം. ക്ലോസ് ത്രോട്ട് സ്പോർട്ട് മോഡ് ആയിട്ട്. ആ സഡൻ ത്രോട്ട് റെസ്പോൺസ് ഉണ്ടല്ലേ, ഫൈൻ ട്യൂൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻസീവ് ടെസ്റ്റ് ചെയ്തൊരു മോട്ടോർ സൈക്കിൾ ബജാജ് പൾസർ NS 400Z കേട്ടോ. ആ Z എന്താ സെറ്റപ്പ് എന്ന് കറക്റ്റ് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ പല വേർഷൻസ് വരും, പല വേരിയൻസ് ഓഫ് ദ NS 400 വരും. അതിൻ്റെ ബേസ് വേരിയൻ്റാണ് ഈ Z കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബഡ്ജറ്റായിട്ട് കുറച്ച് കോസ്റ്റ് കട്ടിങ് ഒക്കെ വന്ന മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഓറിയൻറ്റ്, കുറച്ചും കൂടി വിത്ത് ബെറ്റർ ടയർസ്, ബെറ്റർ ബ്രേക്ക് പാഡ്സ് ഒക്കെ ഒരു വേരിയൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുന്നു ഡിഫറെൻറ്റ് വേരിയൻസ് വരാൻ ഭയങ്കര പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേരിയൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേർപ്പസ് ഉള്ള ഈ എഞ്ചിൻ വെച്ചുള്ള മോട്ടോർ സൈക്കിൾസ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് രാജീവ് ബജാജ് പറഞ്ഞേക്കണോ. അതിൻ്റെ വേറെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അറ്റ് ദ കറണ്ട് ടൈം ഓഫ് റെക്കോർഡിംഗ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോ. സോ കമ്മിങ് ബാക്ക് ടു ദ മോട്ടോർ സൈക്കിൾ, ഇത് ശരിക്കും എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് ഓർമ്മ എൻ്റെ ഹൃദയം ഓടിക്കുന്നത് Gen 1 Duke 390 ഓടിക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഫീൽ കിട്ടുന്നത്. 2013 Duke 390 ഉണ്ടാക്കിയ ആ പ്രൈസ് അഗ്രസീവ് പ്രൈസിങ് വന്ന സെറ്റപ്പാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നത്. ഈ വണ്ടി ലോഞ്ച് 1.8 lakhs എക്സ്ഷോറും കേട്ടോ. ഇത് ഓൺ റോഡ് ഞാൻ എടുത്ത 2,05,000 ഓൺ റോഡ് ഞാൻ ഈ വണ്ടി എടുത്തത്. അറ്റ് ദാറ്റ് ടൈം 2014 ഞാൻ ഈ വണ്ടി എടുക്കുന്ന ആ പ്രൈസ് 2,05,000 rupees ഓൺ റോഡിന് ഇറക്കിയ വണ്ടിയാണ്. ഇപ്പോൾ എല്ലാവരും Gen 1 Duke 390 പൊക്കി പറയാറില്ലേ, അതിൽ കൊടുത്തേക്കുന്ന ബ്രേക്സ് ഇതിനെക്കാട്ടി മോശം ബ്രേക്സ് ആയിരുന്നു. അതിൽ 300 mm റോട്ടറ, ഇതിൽ 320 mm ഡിസ്ക് റോട്ടർ കൊടുത്ത്, ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ് കൊടുത്തത്. പക്ഷേ അത് ഇറങ്ങിയ ടൈമിൽ നല്ല ടയറാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റ്സ്ലൻ W റേറ്റഡ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ജർമ്മൻ ഇമ്പോർട്ട് ടയേഴ്സാണ് കൊടുത്തത്. അതുകൊണ്ട് മച്ച് അടിപൊളി ഗ്രിപ്പും അതുപോലെ കോർണറിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത്. അതുകൊണ്ട് അടിപൊളി കോർണറിങ്, ഡയറക്ഷൻ ചേഞ്ച് സെറ്റപ്പ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീൽ ബേ ഷോർട്ട് ആക്കി ഇതിൻ്റെ ടയേഴ്സ് മോശം കേട്ടോ. ഇതിൽ നല്ല കേപ്പബിൾ ടയേഴ്സ്, നല്ല ബ്രേക്ക് പാഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി മോട്ടോർ, നല്ലൊരു പൊട്ടൻഷ്യൽ ബേസ് ഉള്ള മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ, ട്രാക്ക് ഓടിക്കാൻ, എവറിത്തിങ് ചെയ്യാൻ പറ്റുന്ന അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റ് 1.85 lakhs എക്സ്ഷോറൂമിന് ഒരു അടിപൊളി ഡീലായിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. അതാണ് എനിക്ക് പറയാം, ഓവറോൾ വാല്യൂ ഫോർ മണി എന്താ 2013 എന്താ Duke 390 ചെയ്തിരിക്കുന്നത് അതേ സെറ്റപ്പ് 2024-2025 ബജാജ് വിത്ത് പൾസർ NS 400 ചെയ്തിരിക്കുന്നത്. അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കുറേ പാർട്ട് ഷെയറിംഗ് ഉണ്ട്. NS 200 കുറേ സാധനമുണ്ട്. ഫ്രെയിം ഫ്രം ദ ഡോമിനാറിൻ്റെ എഞ്ചിൻ ഫ്രം ദ ഡോമിനാർ എടുത്തിട്ട് കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ECU ഒക്കെ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പാർട്സ് ഉള്ളതുകൊണ്ട് ആ പാർട്ട് ഷെയറിംഗ് എടുത്തുകൊണ്ട് അവർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഇത് മോശം മോട്ടോർ സൈക്കിൾ എന്നല്ല കേട്ടോ. ആ കോസ്റ്റ് കുറഞ്ഞ എല്ലാവരുടെയും മനസ്സിലുള്ള വില കുറവാണ്, അതുകൊണ്ട് സാധനം മോശമായിരിക്കും ഒരിക്കലല്ല കേട്ടോ. ഇത് ഓടിച്ച് നോക്കണം. ഇതിൻ്റെ സ്പോർട്ട് മോഡ്, അതുപോലെ ഓഫ് റോഡ് മോഡിലൊക്കെ ഇട്ടുന്ന വണ്ടി ഓടിച്ച് ഇതിൻ്റെ റെസ്പോൺസ് റൈഡ് ബൈ വയറാണ്. ആ ത്രോട്ടിൽ റെസ്പോൺസ്, ആ 5,000 above RPM പോകുമ്പോൾ ഈ വണ്ടിയുടെ പുള്ള് എനിക്ക് ഓർമ്മ ആ Gen 2 Duke 390 പുള്ളാണ്ട് വരുന്നത്. ഇത് വെയിറ്റ് കുറവാണ്, 12 kgs ലൈറ്റർ തന്നെ ഡോമിനാർ. സ്പീഡ് 400 2 kgs ലൈറ്ററാണ്. ഇതിൻ്റെ 0 to 100 സ്പീഡ് 400 സിമിലറാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പ്രോപ്പർ ഷിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബീറ്റ് ദ സ്പീഡ് 400. ടോപ്പ് എൻഡ് എനിക്ക് തോന്നുന്നത് ഇതിന് കുറച്ച് സ്പീഡ് 400 കുറച്ച് ബെറ്റർ ടോപ്പ് എൻഡ് NS 400 ആണെന്ന് തോന്നുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഐ തിങ്ക് ഫ്രം റൈഡിങ് ഇറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് മച്ച് മോർ കേപ്പബിളാണ്. ഇനി ബെറ്റർ ടയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്പീഡ് 400 കേപ്പബിൾ മോട്ടോർ സൈക്കിൾ ആകട്ടോ. കുറച്ച് സാധനം ചെയ്യാണ്ട്, കുറച്ച് വർക്ക്സ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു സ്പീഡ് 400 ഏകദേശം എത്ര
ഇത് 60,000 50,000 റുപ്പീസ് മോർ എക്സ്പെൻസീവ്. ആ പ്രൈസിൽ ബെറ്റർ ടയേഴ്സ്, ഒരു ബെറ്റർ ബ്രേക്ക് പാഡ്, ഒരു 15,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തെടുത്ത സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി സെറ്റപ്പാണ്. ഇത് ഓടിച്ചിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ട്രാക്കിൽ ഓടിച്ച മോട്ടോർ സൈക്കിളാണ്. എല്ലാവരും പറഞ്ഞാൽ ആദ്യം എല്ലാവരും വണ്ടി ഓടിക്കുന്ന മുമ്പ് സെറ്റപ്പ് നോക്കി ഫ്രണ്ടിൽ ബയസ്പ്ലൈ ടയർസ്, റേഡിയൽ ടയറും കൂടിയല്ല, MRF ടയർസ്, ഇത് അത്രമാത്രം ഗ്രിപ്പിംഗ് ഉണ്ടായില്ല. അക്രമമായിരുന്നു ഞാൻ എൻ്റെ ഫുഡ് പാക്ക് 2 തേച്ച് തീർത്തിട്ടാണ് വണ്ടി തിരിച്ചു കൊടുത്തത്. അത്ര ലീനിൽ പുഷ് ചെയ്യാൻ പറ്റും. അത് അബോവ് ദ സ്പീഡ്, ആ ചക്കൻ ട്രാക്കുന്ന മെയിൻ സ്ട്രേറ്റിലൊക്കെ ഏകദേശം 167 + 170 പ്ലസിലാണ് കോർണർ എൻട്രി ചെയ്യുന്നത്. വന്ന് ഹാർഡ് ബ്രേക്ക് ചെയ്ത് ഇൻടു എ ലെഫ്റ്റ് കോർണർ പോകുന്നത്. എൻ്റെ ഫുട്ടേജസ് ഞാൻ കുറച്ച് ഇടാം കേട്ടോ. ഫുൾ ഔട്ട് അക്രമം, ആ ഷാർപ്പ് ഷിക്കേനുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ ഉണ്ട്, സഡൻ വന്ന് ലെഫ്റ്റ്, സഡൻ വന്ന് റൈറ്റ്. അവിടേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ടർ വീൽ ബേസിൻ്റെ അഡ്വാൻറ്റേജാണ്. പാട്ടേ നമുക്ക് ഡയറക്ഷൻ മാറ്റാം. ഇത് എർഗണോമിക്സ് ഒന്നും ഓവർ അഗ്രസീവ് ഒന്നുമല്ല, കംഫർട്ട്. പക്ഷേ എന്നാൽ ആ സ്ട്രീറ്റ് ഫൈറ്റർ പൊസിഷൻ ഉണ്ട്. നമുക്ക് സിറ്റിയിലാണെങ്കിൽ അക്രമം കാണിക്കാൻ പറ്റും. അറ്റ് ദാറ്റ് പ്രൈസ് പോയി നിങ്ങൾക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. സിറ്റിയിൽ ഓടിക്കാൻ പറ്റും, ടൂർ ചെയ്യാൻ പറ്റും, ലോങ് ഡിസ്റ്റൻസ് ടൂർ ചെയ്യാൻ പറ്റും. 12 ലിറ്റർ ടാങ്ക്, അത്ര ടാങ്ക് റേഞ്ച് ഒന്നും ഉണ്ടായില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ കെട്ടി വെച്ചുകൊണ്ട് പോകാൻ നല്ല ഫ്യൂൽ എക്കോണമിയാണ്. കമ്പയർ ടു ഡോമിനാനെക്കാട്ടിയും കൂടുതൽ ഫ്യൂൽ എക്കോണമി, ഡ്യൂക്കിനെക്കാട്ടിയും ഫ്യൂൽ എക്കോണമി കൂടുതൽ. ഏകദേശം നിങ്ങൾക്ക് 250-300 കിലോമീറ്റർ ടാങ്ക് റേഞ്ച് കിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പാർട്സ് ആണെങ്കിൽ അവൈലബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ്. കമ്പയർ ടു ഓൾ അതർ ബ്രാൻഡ്സ് ഒക്കെ ഇതിൻ്റെ പാർട്സ് റേറ്റ് കുറവാണ്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറയുന്നതാണ്, KTMൻ്റെ കുറേ പാർട്സ് ഇതിലോട്ട് സ്വിച്ച് ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ പവർ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ECU അൺലോക്ക്ഡ് ECU നമുക്ക് എടുത്ത് ട്യൂൺ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എക്സ്ട്രാ പവർ ഉണ്ടാക്കാൻ പറ്റും. അതാ പറയുക, ഇതിൻ്റെ ബേസ് അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റ് നല്ലൊരു ബേസാണ്. ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് നിങ്ങൾക്ക് മാറ്റി ഡയറക്റ്റ് ഡ്യൂക്ക് 390 അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ മേടിക്കാൻ കിട്ടും. ആ 50,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഷനൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കേപ്പബിൾ വണ്ടിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഓണം ബഡ്ജറ്റ് ഒരു പ്രോജക്റ്റ് ബൈക്ക് ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി സെറ്റപ്പ്. ഇതിൻ്റെ സസ്പെൻഷനൊക്കെ മാറ്റാം, ടയേഴ്സ് മാറ്റാം, ബ്രേക്ക് പാഡ് മാറ്റി കഴിഞ്ഞാൽ ഇത് ആ സെഗ്മെൻറ്റ് കില്ലറാണ്. ഒരു ECU ഫ്ലാഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ സ്ലീപ്പർ ബിൽഡ് കേട്ടോ. അതാണ് ഐ തിങ്ക് ഏകദേശം ഒരു 43 ഹോഴ്സ് പവർ നമുക്ക് ഈസിലി നിന്ന് സ്ക്വീസ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു പറയാം, ബജാജിൻ്റെ അടുത്ത് ഒരു പ്രോജക്റ്റ് ബൈക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എത്തൊന്ന് ബിൽഡ് ചെയ്ത് വെക്കാം. ഇഫ് ഐ കൻ ഗെറ്റ് എ പ്രോജക്റ്റ് ബൈക്ക്, നമുക്ക് കുറച്ചൊന്ന് ട്യൂൺ ചെയ്തിട്ട് ഒരു ഹൈ ലിഫ്റ്റ് ക്യാംസ് ഒക്കെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം പവർ പുഷ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ബിക്കോസ് ഐ എം റിയലി ക്യൂരിയസ്. എനിക്ക് ഇതിൻ്റെ ക്യൂരിയോസിറ്റിയെ എത്രമാത്രം എടുക്കാൻ പറ്റുമെന്ന്. കാരണം അത്രയും സെറ്റപ്പ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ടയേഴ്സ് അത്ര സെറ്റപ്പ് അല്ലെന്ന്. അത് ഒരു ബിഗിനർ റൈഡർ എടുത്തിട്ട് അക്രമം കാണിക്കുമ്പോൾ നമുക്ക് അത്ര ഫീലിംഗ് കിട്ടില്ല. ഈ വണ്ടി ചരിയുമ്പോൾ എത്രത്തോളം ആ ടയർ സ്ലിപ്പ് ആവുന്നുള്ള ആ വാർണിങ്സ് ഒന്നുമല്ല. നമുക്ക് മെറ്റ്സ്ലേഴ്സിലാണെങ്കിലും TVS പ്രോട്ടോക്കിലൊക്കെയാണെങ്കിൽ നമുക്ക് ആ ഫീഡ്ബാക്ക് എപ്പോഴാണ് പോകാൻ പോകുന്ന ഫീലിംഗ് കിട്ടും. ഇത് നമുക്ക് യാതൊരു അലേർട്ടൊന്നും തരില്ല. പെട്ടെന്നാണ് സ്ലൈഡ് വാഷ് ഔട്ട് ചെയ്ത് പോകണം. അത് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കണം. നമുക്ക് മനസ്സിൽ എപ്പോഴും വെക്കണം ഇത്ര മാത്രം ലീനിലാണ് പോകണം. കാരണം ഈ ടയേഴ്സ് ഞാൻ കുറേ മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ചെയ്ത ടയേഴ്സാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ലിമിറ്റ് അറിയാം. അതുകൊണ്ട് ഞാൻ ട്രാക്കിൽ ഞാൻ ആദ്യം ഫ്രം ദ ഫസ്റ്റ് ലാപ്പ് ഞാൻ പുഷ് ചെയ്യാം. കുറച്ച് ടയർ പ്രഷർ 2 PSI ഫ്രണ്ടിൽ, ബാക്കിൽ 2 PSI ഞാൻ കുറച്ചിട്ട് ഞാൻ ഇനീഷ്യൽ അതിനെ പുഷ് ചെയ്ത് തുടങ്ങി. ശരിക്കും അതാണ് എനിക്ക് ഇത് ഓടിച്ച് ഞാൻ തിരിച്ച് വന്നപ്പോൾ തന്നെ ഞാൻ പറയുക, ഒരു പ്രോജക്റ്റ് ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു സെറ്റപ്പാണ്. 5 years ഇൻ ദ മാർക്കറ്റ് ഞാൻ നോക്കുമായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ വണ്ടി എടുത്തേനെ. കാരണം അത്രയും കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ സൈക്കിളാണ്. ഇത് ആൾക്കാർ പറയും ഇത് ബജാജ്, ഇതിന് അത്രമാത്രം കാശ് കൊടുത്തെടുക്കണം, ഇത് വില കുറഞ്ഞ വണ്ടി, ഇത് സെറ്റപ്പില്ല. ഇതിൻ്റെ ഹാർഡ്വെയറാണ്, ആ എൻജിൻ ഷാസി സെറ്റപ്പാണ്. ഈ മോട്ടോർ സൈക്കിൾ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ബിക്കമിങ് ബെറ്റർ റൈഡർ ആകാനാണെങ്കിൽ എല്ലാ സാധനവും എൻ്റെ റെവ് മാച്ചിങ് എങ്ങനെയാണ്, എങ്ങനെ ട്രെയിൽ ബ്രേക്ക് ചെയ്യേണ്ടത്, എങ്ങനെ ഡയറക്ഷൻ മാറ്റേണ്ട, ബോഡി പൊസിഷനിങ് ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സെറ്റപ്പ്. R15 കോസ്റ്റ് എഫക്റ്റീവാണ്. പല മോട്ടോർ ജിക്സറിനെക്കാട്ടിയും കോസ്റ്റ് എഫക്റ്റീവാണ്. എല്ലാ മോട്ടോർ ആ കാറ്റഗറിത്തെ എല്ലാ മോട്ടോർ സൈക്കിളിനെക്കാട്ടിയും പ്രൈസും കുറവ്, കൂടുതൽ ഹോഴ്സ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഗൈസ് അതൊക്കെയാണ് കാര്യങ്ങൾ. വിച്ച് മോട്ടോർ സൈക്കിൾ ഷുഡ് വി റിവ്യൂ നെക്സ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് വേണമെങ്കിൽ നമുക്കൊരു പ്രോജക്റ്റ് ബൈക്ക് സെറ്റപ്പ് ഒക്കെ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ഇങ്ങനത്തെ വണ്ടി എടുത്ത് പണിയാണ് കേട്ടോ. പണിത് സെറ്റപ്പ് ആക്കി അക്രമം കാണിക്കാൻ വേണ്ടി സെറ്റപ്പ് ഉണ്ട്. എനിക്ക് ശരിക്കും ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ജെൻ ഡ്യൂക്ക് 390 ഓർമ്മ വരുന്നത്, അതിൻ്റെ വാല്യൂ ഫോർ മണി. സോ ഗൈസ് അത്രയൊക്കെ പറയാം. ഈ പറയുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് വണ്ടിനെ കുറിച്ച്. പക്ഷേ വീഡിയോ ഭയങ്കര ലെങ്തി വീഡിയോ ഇപ്പോൾ, അതെല്ലാവരും അത്ര ലെങ്ത് വീഡിയോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വെച്ച് നിർത്തുവാണ്. സോ വിച്ച് മോട്ടോർ സൈക്കിൾ ഷുഡ് വി റിവ്യൂ നെക്സ്റ്റ്? ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.